അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചേളാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഒരു അടിപൊളിയായിട്ടൊരു ട്രോപ്പിക്കൽ കണ്ടംപററി ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു 2960 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം വീടിന്റെ ഒരു ഹോം ടൂർ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഷാഹിദ് ഷാമില ദമ്പതികളുടെ വീടാണ്. 12 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്രൊജക്ടിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് സ്റ്റാറ ആർക്കിടെക്ട്സ് കാലിക്കറ്റ് ആണ്. AR ജാമിലും AR ജസ്ന ജാമിലുമാണ് ഈ വീടിന്റെ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. ഈ വീടിന് നമുക്ക് പുതിയ മോഡേൺ രീതിയിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ വീട് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉൾക്കാഴ്ചകളും കാര്യങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീടിന്റെ പ്ലാൻ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്, വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പൊ 12 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആ വീടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 4 ബെഡ്റൂം, ലിവിങ്, ഫാമിലി ലിവിങ്, ഡൈനിങ് സ്പേസ്, കോർട്ട്യാർഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അളവുകളും അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഇപ്പൊ ഇതിൽ എക്സ്റ്റീരിയറിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെങ്കല്ലിന്റെ ടൈല് വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കട്ട വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർ പോർച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടഫൻ ഗ്ലാസ് ഷീറ്റ് കഴിഞ്ഞിട്ടാണ്. ആ ഒരു രീതിയിലാണ്, സ്ക്വയർ രീതിയിലാണ് അതവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗാർഡൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വീടാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. MS അല്ലെങ്കിൽ GA പൈപ്പ് കൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിങ്ങനെ നീക്കാം. നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ ഈ പറഞ്ഞ പോലെ ഇവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ പട്ടികളോ കാര്യങ്ങളൊന്നും കയറാതിരിക്കാനുള്ള നല്ലൊരു അടച്ചുറപ്പുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു വീടിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചർ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇന്റീരിയറും. അതൊരു വെറൈറ്റി രീതിയിലുള്ള ഒരു ഇന്റീരിയറും വെറൈറ്റി രീതിയിലുള്ള ഒരു ഫർണിച്ചറാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് സിറ്റ് ഔട്ട്. അതിന്റെ സെൻട്രലായിട്ട് ഒരു കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഫർണിച്ചർ കാര്യം പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ പഴയ കാലത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ മോഡേൺ ശൈലിയിലുള്ള ഫർണിച്ചറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഒരു 2 ചെയർ, ആ ഒരു സൈഡിലായിട്ട് ഒരു സിംഗിൾ, അവിടെ വലിയൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു ചെയറും കൊടുത്തിട്ടുണ്ട്. 2 വലിയൊരു ചെയർ എന്നുള്ള രീതിയിൽ അവിടെ സ്ലാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇരുമ്പിന്റെ പട്ട കൊടുത്തിട്ട് അതില് മരത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് പിറകിലായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ടോപ്പില് GI പൈപ്പ് കൊടുത്തിട്ട് അതിന്റെ ടോപ്പ് ഗ്ലാസ് ആണ് അവിടെ റൂഫിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള ഒരു കോർട്ട്യാർഡ് ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഫ്രെയിം കൊടുത്തിട്ട് ഒരൊറ്റ സിംഗിൾ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അകത്തേക്ക് കയറാം നമുക്ക്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിയ ഒരു ഹാളാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുക. അതില് ഒരു ഫോർമൽ ലിവിംഗ് എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഒരു ഫോർമൽ ലിവിംഗ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് MS പൈപ്പ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ കടന്നു വരുന്നത് ഫോർമൽ ലിവിങ്ങിലേക്കാണ് കടന്നു വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലക്ഷറി ടൈപ്പ് ഒരു ലിവിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലീറ്റ് കർട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കർട്ടനും ആ ഒരു സെറ്റിയുടെ ആ ഒരു റെക്സിന്റെ അതേ മാച്ച് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ വാളിൽ കൊടുത്തിട്ടുള്ള വാൾ ആർട്ട് ഡെക്കറേറ്റിംഗ് ഐറ്റംസും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ജിപ്സം സീലിംഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. അത്രയും ലക്ഷറി ടൈപ്പിലാണ് ഇത് കാര്യങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫോർമൽ ലിവിംഗ് കഴിഞ്ഞാൽ നമ്മൾ ആ നേരെ ആ വലിയൊരു ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. ഈ ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാള് എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റെയറിന്റെ ഒരു ഏരിയ വരുന്നത്. വുഡൻ രീതിയിൽ ചെയ്തിട്ടുള്ള നല്ല ടഫൻ ഗ്ലാസ് മറ്റുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മോഡേൺ രീതിയിലുള്ള ഒരു നല്ലൊരു സ്റ്റെയർ കേസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിനോട് തൊട്ട് പിറകിലായിട്ട് തന്നെ ഒരു 5 പാളി വിൻഡോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കാണിക്കാനുള്ള ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു പ്രയർ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ്, ഈ ഡൈനിങ്ങിന്റെ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. 6 സീറ്റ് ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്രേ കളർ കോമ്പിനേഷൻ വരുന്ന, കൂടുതലും ഗ്രേയും ബ്രൗണും കോമ്പിനേഷൻ വരുന്ന കളേഴ്സാണ് ഈ ഒരു വീടിന്റെ ഇന്റീരിയറിലൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഡബിൾ ഹൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ഒരു ഫാൻസി ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ ഇഷ്ടികല്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ ചുമരിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 5.9 മീറ്റർ അളവാണ് ഈ ഒരു വലിയൊരു ഡൈനിങ് സ്പേസിന്റെ ഒരു ഏരിയ വരുന്നത്. മൊത്തമായിട്ടുള്ള ഒരു ഏരിയയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലേഡീസ് സിറ്റിംഗ് ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ ഇതിലിപ്പോ ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ലേഡീസിന്റെ സിറ്റിംഗ് ഏരിയ അവിടെ വരുന്നുണ്ട്. ഒരു കോട്ടയാട് പോലെ സെറ്റ് ചെയ്തിട്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വിൻഡോസ് ആണ് വരുന്നത്. അപ്പൊ പക്ഷേ നമുക്ക് വിൻഡോസ് ആണെങ്കിൽ കൂടി നമുക്ക് ഇവിടുന്ന് കടക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊരു ഡോർ പോലെ നമുക്ക് രണ്ട് സൈഡിലേക്കും തുറക്കാം, സ്ലൈഡ് ചെയ്യാം നമുക്ക് രണ്ട് സൈഡിലേക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഇരിക്കാവുന്ന ഒരു ചെറിയ ടേബിളും 4 സീറ്റും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടോപ്പിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഗ്ലാസ്, ടഫൻ ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിച്ചന്റെ ഭാഗത്തു നിന്ന് വേണമെങ്കിലും ലേഡീസിന് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യത്തിന് അവിടെ ഒരു എൻട്രി ഡോർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിവിങ്ങിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് 3.6 ടു 3.8 മീറ്റർ ആണ് അളവ് വരുന്നത്. ഇനി നമ്മൾ കാണിക്കാൻ ഇതിന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്ന കിച്ചണാണ്. കിച്ചണിലേക്ക് വരുമ്പോൾ അത്യാവശ്യം മോഡേൺ രീതിയിലുള്ള അടിപൊളി ഒരു കിച്ചണാണ്. വൈറ്റ് ആൻഡ് വുഡൻ തീമിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ അളവ് വരുന്നത് 3.2 ഇൻറ്റു 3.4 മീറ്റർ അളവിലാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡ്സും കാര്യങ്ങളൊക്കെ വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ താഴ്ത്തി വെക്കാനുള്ള അതിന്റെ സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ചെയറും, മോഡേൺ രീതിയിലുള്ള 2 ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അത്യാവശ്യം നമുക്ക് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്ന രീതിയിലുള്ള ഫുൾ സെറ്റപ്പ് ആണ്. നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോറിന്റെ ഒരു ഫ്രിഡ്ജ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ താഴെ വരുന്ന സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസിംഗ് ആണ് ഇവിടെ കബോർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ക്ലയന്റുകളാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ മൺചട്ടി, അതേപോലെ ചിരട്ട കൊണ്ടുള്ള കൈലുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്ന രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കിച്ചണിന് നേരെ കിടക്കുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. അവരുടെ സെക്കൻഡ് കിച്ചൺ. ഇവിടെയാണ് കൂടുതൽ അവര് കിച്ചൺ കുക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. അത് ഈ ബർത്തിന്റെ മുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് തൊട്ട് ഫ്ലോർ വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഡോറ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ഒരു ഡോറിൽ നിന്നാണ് ഇപ്പൊ ലേഡീസിന് വേണമെന്നുണ്ടെങ്കിൽ ആ സിറ്റിംഗ് ഏരിയയിലേക്ക് കടക്കാനുള്ള ഒരു എൻട്രി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഓബ് ചിമ്മിനി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ വിത്ത് വുഡൻ തീമിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും. പ്ലസ് വൈറ്റും ഉണ്ട്. അപ്പൊ ഇതില് ഗ്രാനൈറ്റ് ഒക്കെ ടോപ്പ് കൊടുത്തിരിക്കുന്നത്, കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിങ്ക് 2 സിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ബാക്കി ഇനി കാണിക്കാനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ കാണിക്കാനുള്ളത് 2 ബെഡ്റൂമാണ് നമുക്ക് കാണിക്കാനുള്ളത്. 2 ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒന്ന് മാസ്റ്റർ ബെഡ്റൂമും ഒന്ന് കോമൺ ആയിട്ടുള്ള ഒരു ബെഡ്റൂമും. അതിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട്. അതിന് മുന്നായിട്ട് ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല മെറ്റീരിയൽസ് ഒക്കെ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ജാഗ്വറിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററിയും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്, വലിയൊരു മിറർ കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വുളു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ടാപ്പിൽ വെള്ളം വേസ്റ്റ് വാട്ടർ പോകാനായിട്ടുള്ള ഒരു ഡ്രൈനേജും കാര്യങ്ങളൊക്കെ ആ ഒരു കോർണറിലായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള നല്ല വുഡിന്റെ ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വുഡിന്റെ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്.
ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫ്ലോറിംഗ് അല്ല ഇവിടെ വരുന്നത്. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ. ഈ ബെഡ്റൂമിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് 4.5 to 3.5 മീറ്റർ ആണ്. 4.5 മീറ്റർ വീതി, 3.5 മീറ്റർ നീളം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിലും അതേപോലെ തന്നെ ലിവിങ്ങിലും ഡൈനിങ്ങിലൊക്കെ കണ്ട പോലെ അതേ കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടുത്തെ ഫർണിച്ചറിന്റെ സെറ്റപ്പും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു അതേ പാറ്റേണിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടൊരു നല്ലൊരു ഡെക്കറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കോട്ടിന്റെ ആ ഒരു ഫർണിച്ചറിന്റെ അതേ പാറ്റേണിലുള്ള അതേ ഡിസൈൻ തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇവര് ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ആ ഒരു കോമ്പിനേഷൻ വരാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതൊക്കെ അതേ രീതിയിൽ തന്നെ അവിടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കർട്ടന്റെ കാര്യത്തിലായാലും ഫർണിച്ചറിന്റെ കാര്യത്തിലായാലും സീലിംഗിന്റെ കാര്യത്തിലായാലും എല്ലാം ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2.7 1.8 മീറ്റർ അളവിലാണ് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ലക്ഷറി ടൈപ്പ് ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള വാഷ് ബേസും യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹിൻവെയർ അതേപോലെ ജാഗുറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ബ്രാൻഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ബാത്റൂം അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞിട്ട് നേരെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെ അളവ് വരുന്നത് ഏകദേശം 3.8 3.4 മീറ്റർ അളവിലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സ്പേസ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോട്ട് കൊടുത്ത് 2 സൈഡിലും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെ ഫ്ലോറിംഗ് ടൈലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ തന്നെയാണ്. അതിൽ GIന്റെ സ്ട്രക്ചറിൽ കൊടുത്തിട്ട് അതിന്റെ ടോപ്പിൽ വുഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹാൻഡ് റെയിലിന്റെ ടോപ്പിലും കൊടുത്തിരിക്കുന്നത് വുഡ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ടഫൻ ഗ്ലാസും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതിയിലുള്ള ഒരു സ്റ്റെയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു അപ്പർ ലിവിംഗ് ആണ് വരുന്നത്. ഇവിടെ ഒരു പാസേജ് പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂട്ടിയിട്ട് സ്ലോപ്പ് റൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നല്ലൊരു ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസ് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് കൊടുത്തിട്ട് ഹാൻഡ് റെയിൽ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മോഡേൺ രീതിയിലുള്ള ഒരു ഫാൻസി ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിന്റെ അപ്പർ ലിവിങ്ങിന്റെ ഒരു കാര്യം വരുന്നത്. മേലെ 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ സ്പേസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ടോപ്പ് തൊട്ട് ഫ്ലോറിംഗ് വരെ കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസിൽ വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 4.5 to 3.5 മീറ്ററിലാണ് ഈ ഒരു അളവ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ഫർണിച്ചർ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫർണിച്ചറാണ്. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 പില്ലറൊക്കെ കൊടുത്തിട്ട് അതിൽ ക്രോസ് ആയിട്ടുള്ള വുഡിന്റെ ഒരു അടിപൊളി ഒരു കട്ടിലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബെഡ്റൂമിന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു സ്ലോപ്പ് റൂഫിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. അത് കാരണം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നമ്മൾ താഴെ കണ്ടിട്ടുള്ള അതേ ലക്ഷറി ബാത്റൂം തന്നെയാണ് ഇവിടെ ടോയ്ലറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ് വരുന്നത്. അവിടെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും അറേഞ്ച്മെന്റ്സ് ഇല്ല. ക്ലയന്റ് അധികം താമസമില്ല. അപ്പൊ അത് കാരണം ഇത് 4ാമത്തെ ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഏകദേശം സൈസ് വരുന്നത് 3.8 to 3.4 മീറ്റർ അളവിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഈ വീടിന്റെ ഒരു വിശേഷങ്ങൾ. 12 സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഷാഹിദ് ഷാമില ദമ്പതികളുടെയാണ് ഈ വീട് വരുന്നത്. 2960 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. പ്രൊജക്ട് ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റിന്റെ പേര് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. സ്റ്റാറ ആർക്കിടെക്ട്, കാലിക്കറ്റ്. എയർ ജാമിൽ ആൻഡ് എയർ ജസ്ന ജാമിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീട്ടിലെ പ്ലാൻ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വ്യത്യസ്തമായിട്ട് അനുഭവപ്പെട്ടത്, എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.